Ah. Not samba, not flamenco, my brother. It's Natukuttu. Oh. ഹലോ ഗൈസ്, ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ചുമലപ്പാറ എന്ന പാറയിലേക്കാണ്. ഇനി പാറയുടെ കാഴ്ചയിലേക്ക് പോകാം. പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുതകരമായ സ്ഥലമാണ് അഞ്ചുമലപ്പാറ. പ്രകൃതി സൗന്ദര്യത്തിനും അതിമനോഹരമായ സ്ഥലങ്ങൾക്കും പേരുകേട്ടതാണ് ഈ ചെറിയ പ്രദേശം. നിരവധി ചരിത്ര വിശ്വാസങ്ങളും പുരാണ കഥകളും ഉള്ളതിനാൽ ഇതിനെ ആയിരം തുണിമല എന്നും വിളിക്കുന്നു. പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിൽ ഒന്നാണ് അഞ്ചുമലപ്പാറ. ഈ പ്രദേശത്തിന്റെ മനോഹരമായ കാഴ്ച ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പതിവ് സ്ഥലമാണ്. കുറ്റിക്കാടുകളും മരങ്ങളും നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ വലിയ കുന്നുകൾക്കിടയിലാണ് അഞ്ചുമലപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മനോഹരമായ സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലമാണിത്. പ്രാദേശിക പൊതുഗതാഗതം, ബസ്സുകൾ, ക്യാബ് സർവീസുകൾ, ഓട്ടോറിക്ഷകൾ എന്നിവയുടെ സഹായത്തോടെ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. കാണുന്നതാണ് അഞ്ചുമലപ്പാറ. അപ്പോൾ ഇവിടെ എളുപ്പം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അഞ്ചുമലപ്പാറ വെഹിക്കിൾ സ്റ്റോപ്പ് എന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി. കൃത്യമായിട്ട് ഇവിടെ വരാൻ പറ്റും. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു 400 മീറ്ററോളം നടന്നു പോകണം. റബ്ബർത്തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ വേണം നടന്നു പോകാൻ. എന്നിട്ടാണ് പാറയുടെ മുകളിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. ആടാ കേറ്. കേറട്ടങ്ങോട്ട്. Man vs. Wild. ഇതാണ് അഞ്ചുമലപ്പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ വെച്ചാണ് ശോഭി തിലകൻ ചേട്ടനെ കാണുന്നത്. അദ്ദേഹത്തെ കണ്ട് 2 മിനിറ്റോളം സംസാരിച്ച് കുറച്ച് ഫോട്ടോയും എടുത്തു. ആളെ ഹാപ്പിയാക്കി വിട്ടു. Not samba, not flamenco, my brother. It's Natukuttu. Oh. സൂര്യ ഉദയവും സൂര്യാസ്തമയവും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അഞ്ചുമലപ്പാറ. അപ്പോൾ ഇവിടെ വരിക, ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുക. ഈ പ്രദേശത്തിന്റെ ഭംഗി നിലനിർത്താൻ വേണ്ടി പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുകളും മറ്റും ഇവിടെ വലിച്ചെറിയാതിരിക്കുക. ഇവിടെ രാവിലെ വരികയാണെങ്കിൽ കോടമഞ്ഞ് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഈ പാറയുടെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വശം. നമസ്കാരം. അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് അടിക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ. പരിപാടിയൊക്കെ നടക്കുന്നു. ഉടനെ ക്യാമറ ഇട്ട് തിരിച്ചു കാട് ഫുള്ളൊന്ന് അഭിചേട്ടൻ 2-3 ഫോട്ടോ എടുക്കും. ആവണോ തിരിച്ചു ഞാൻ KSRTC ഐഡി കയറ്റും.